അപ്പൊ താൻ പറഞ്ഞു വരുന്നത് ഇത് ഉടനെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുമെന്നാണ്? പിന്നെ അല്ലാണ്ട്. വെറുതെ ആളെ പഠിപ്പിക്കല്ലേ? പേടിപ്പിക്കല്ലടോ. അപ്പൊ ശരിക്കും പറഞ്ഞാണാ? ഈ കണ്ടില്ലോ ഓന്റെ കയ്യിൽ മൊബൈൽ ഫോണ്? അത് അവനല്ലേ അത്? വണ്ടി ബ്ലോക്ക് ആവൂടോ. ഓണടിക്കലടോ. ആള് പോയി എനിക്ക് ഓട്ടറിയില്ലെന്ന്. ഡേ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വാ. ജോർജ് ആൾ ഡീസൻ്റാ സാറേ, കൂടെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുപോലൊരു സ്ഥലത്ത് 3 കോടി രൂപ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള കാര്യമാണോ? എൻ്റെ പോലെ സാർ ഇവിടെയാണ് ഏറ്റവും സേഫ്. ഇവിടെ ആകുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അത് ശരിയാ. എന്താ ദോ പൊറോട്ട കുറച്ച് ബീഫ് വിശന്നിട്ട്. ദോ പൊറോട്ട കുറച്ച് ബീഫ്. ബീഫ് ഇന്നലത്തെ തോന്നാം. ഒന്നല്ല. എടുത്തോ എഴുതിക്കോട്ടോ. കഴിഞ്ഞാ തനി പോലീസുകാരൻ തന്നെ എന്നെ കാശ് പിന്നെ സാറിനോട് പറഞ്ഞ് നമ്മുടെ 5% കാര്യം ഒന്ന് നോക്കണം. എന്റെ ജോർജ് ചേട്ടാ, മനോജ് സാറിന്റെ ഡീലാ. അങ്ങേര് തന്നാ തന്നു, കിട്ടിയാലായി. കൈ കെട്ടിയിട്ട് മിസ്സായി പോയില്ല. കുഞ്ഞോമ്മനെ ഡീൽ ചെയ്യാന്ന് വെച്ചാല് നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ല. ആ പരനാർക്ക് കാഞ്ഞ ബുദ്ധിയാ. മൂന്ന് നല്ല പിടിപാടും. ഹലോ, എന്താ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നായിരുന്നു, പെട്ടെന്ന് കാണാനില്ല. ഇങ്ങോട്ട് അങ്ങനെ കയറിയെന്ന് നോക്കിയായിരുന്നു. നിങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട് ഞങ്ങൾ അങ്ങനെ കാണാൻ. അപ്പൊ ഇങ്ങോട്ട് വന്നില്ലല്ലേ? താങ്ക്സ്. വീഡിയോ മിക്കവാറും വൈറലാവും. എടാ വിജിലൻസ് ഇപ്പല്ലേ അവനെ കൊണ്ട മകളെ കെട്ടിച്ചിരിക്കുന്നേ. അയാൾ ആരെ കൊണ്ട് വേണേലും കെട്ടിച്ചോട്ടെ. സാർ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നുണ്ടോ? അതെനിക്കറിയാം. എന്നാൽ പിന്നെ ഇതിനൊരു കുഴപ്പമില്ല. അവൻ കുറുക്കനാണെന്ന് എനിക്കറിയാം. ബീഫിന്റെ കയ്യില് സാറേ, സാറിന്റെ പറിച്ചിട്ട് വിചാരിക്കും നിങ്ങൾ എന്നെ പിടിച്ചത്. ഏതോ പിടിച്ചുപറിക്കാരനാണ്. പോലീസ് ഉണ്ടോ? ഇത് നമുക്കറിയില്ല. കള്ളന് ആയിരിക്കും. ഓടിക്കല്ലേ. ചേച്ചി മിഡിൽ ചേച്ചി, സത്യം ഞാൻ കള്ളനാ. ഇപ്പൊ ഞാൻ കക്കാൻ വന്നല്ലേ ചേച്ചി? പോലീസുകാരുടെ പുറകിലുണ്ട് ചേച്ചി. പ്ലീസ് പറയില്ല പ്ലീസ്.
ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നോ? ഇല്ല. എന്തേലും ഒച്ച കേട്ടോ? ഇല്ല, കേട്ടില്ല. അവിടെ കാര്യമില്ല. സാറേ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അവനെ എൻ്റെ കിട്ടും. നിന്നെ ഒരുത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ലെങ്കിൽ പിടിക്കരുത്. സ്വന്തമായിട്ട് വലിയൊരു മോഷണം നിർത്താൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഈ ബാങ്ക് കൊള്ളടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് കൂടിപ്പോ. ചേച്ചി, ആ മിഷൻ എങ്ങനെ പൈസ എടുക്കുക? കാർഡിട്ട് കാർഡും തരാം, കുറച്ച് പൈസ എടുക്കട്ടെ. താന്ന് പോടോ. കംപ്ലീറ്റ് പൈസ ആയിരിക്കും. $786 സീസണാണ്, അതൊക്കെ ബുക്കിംഗ് ആണ്. എന്നാ പിന്നെ ഇത് നല്ല നമ്പറല്ലേ, എടുത്തോ. പിന്നെ ഇതായിക്കോട്ടെ. അയ്യോ അത് വേണ്ട, വേറെ നോക്കാം. ഇതിനപ്പം എത്ര കഷ്ടപ്പെട്ട് വഴിയാൽ ഓടിയത്. ഹലോ, ഞാൻ ഗംഗയാണ്. ഗംഗ, പിന്നെ ഒരു വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊളിച്ചു വെക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ, വണ്ടി പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളി. ഇപ്പം വരാം.
പൊളിക്കൽ കഴിഞ്ഞ്. ആ ശരി. അയ്യോ, രണ്ട്. ഹോൾഡ് ഹോൾഡ്. ഒരു മിനിറ്റ്, ആളിറങ്ങാണ്ട്. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ചേച്ചി. അയ്യോ എന്താ പോയി? അവരിപ്പോഴും ഉണ്ടായിരുന്നു തോന്നിയായിരിക്കും. ഇഞ്ചക്ഷനോ? അല്ലെങ്കിൽ തന്നെ കൈ വേദനയായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുക തന്നെയാണ്. അതിന്റെ മേലെ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കൂല. അതിന് തന്റെ കയ്യിലാരും ഇഞ്ചക്ഷൻ വെക്കാൻ വന്നേ? അപ്പൊ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ? അതൊക്കെ പറയാം, നിങ്ങളും തിരിഞ്ഞിടണേ. ആ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇഞ്ചക്ഷൻ വെക്കില്ലേ തിരിഞ്ഞോ മറിഞ്ഞോ ചെരിഞ്ഞോ എങ്ങനെ വേണം കിടക്കണേ? പണ്ടാരക്കാലത്ത് മൂത്ത ഓറഞ്ച് എന്ത് കഴിഞ്ഞില്ലേ? എപ്പോഴാ പോണേ? ഇവിടെ ആ ആ, നോക്കി സൂക്ഷിച്ച് ചാരിക്കോ. കൈ നല്ല പച്ചക്കളർ ഓറഞ്ച്. ഓറഞ്ചോ? ആപ്പിൾ കിട്ടിയില്ല? ആപ്പിളിലൊക്കെ നല്ല പൈസ ഉള്ളാടോ. താനിപ്പോ ഓറഞ്ച് തന്നെ. പണ്ടൊക്കെ എന്തെങ്കിലും സൂക്കേട് വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ ആപ്പിൾ വാങ്ങിത്തരും. ആ അമ്മ പോയാല് സൂക്കേട് വന്നില്ല, ആപ്പിളും തിന്നില്ല. അടുത്ത പ്രാവശ്യം കാലക്കൂടി ഇട്ട് അപ്പം വേണമെങ്കിൽ ആപ്പിൾ അടിച്ചു തരാം. നിങ്ങൾ ആ പെട്ടിലേക്ക് ഇരുന്നോ കേട്ടോ. ആ എന്താ ഇതിന് ഓറഞ്ച് എന്നല്ല കൊടംപുളി എന്നാ പറയല്. പെട്ടെന്ന് മുറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതാണ് പുളിയോളം മേടിച്ചത്. കഴിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇവിടെ എല്ലാ സൂക്കേടും ഇഞ്ചക്ഷൻ എനിക്കും വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പ് പിടിക്കണ വേദനയല്ലേ ഉള്ളൂ. സിസ്റ്റർ, അത് ഒരുപാട് നേരം എടുക്കും. കുറച്ച് സമയം എടുക്കും. എന്തേ? അത് കുഴപ്പമില്ല. ചേച്ചിയല്ലേ ഇന്നലെ ആ വീട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തിയ പോലീസുകാരത്ത് പറയായിരുന്നത്? ചേച്ചിയല്ലേ ഇഡ്ഡലി മാവ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവത്തിയത്? ചേച്ചിയല്ലേ? താങ്ക്സ് ഉണ്ട് ചേച്ചി. എന്തുപറ്റി? മോളാണോ? എന്തുപറ്റി? എന്തുപറ്റി? പേരെന്താ അവിടെ? അതെ, അവള് സംസാരിക്കില്ല, കേൾക്കാനും പറ്റില്ല. എന്താണ് ചേച്ചി നേരത്തെ പറയണ്ടേ? എന്താ പേരെന്താ? അനു. അടിപൊളി പേരാണല്ലോ. എത്രല്ല പഠിക്കണേ? 2ലാ? ആ സൂപ്പർ. അസുഖം മാറൂട്ടാ. ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടാറ്റാ. ടാറ്റ ചേച്ചി. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവിടെ പോയിട്ട് പഞ്ചാര അടിക്കല്ലേ? പഞ്ചാര അടിക്കാനാ? ഏതാണ് ആ തള്ള? തള്ളേ? പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിലൊക്കെ തള്ളാന്നാ വിളിക്കുക. അതൊരു പരിചയക്കാരിയാണ്. ആ പരിചയം പുതുക്കാൻ പറ്റിയ സ്ഥലവും. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഓറഞ്ച് ഇവിടെ ഉണ്ടായാലും ഓറഞ്ചൊക്കെ അവിടെ അത് ഭയങ്കര പുളിയാ എല്ലാത്തിലും. ആ എങ്ങനെയോ തിന്ന് നിർത്താന്. ഇവിടുത്തെ ക്യാൻറ്റീന് നല്ല കോഴി ബിരിയാണിന്റെ മണം വരുന്നുണ്ട്. വായ കൊണ്ടുവരുമോ? നിനക്ക് വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് പല്ലിനും വയറിനും ഒരു കുഴപ്പമില്ല. കുഴപ്പം 2 വാങ്ങിക്കോ. ഒന്ന് രാത്രിത്തേക്കും. ബിരിയാണി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ഒരെണ്ണം കൂടി വാങ്ങിക്കാം. ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ചേച്ചിയെ എന്തേ? ഇതിൻ്റെ അകത്ത് ചായ കഴിഞ്ഞ് നീ തന്നെയല്ലേ മുഴുവൻ കുടിച്ചു തീർത്തു? ആ ബിരിയാണിന് മുന്നിൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖം ഉണ്ടാവേന്. ഏട്ടാ ചായ ഉണ്ട് രേഷൻ കിട്ടും. ആ അവിടെ പിന്നെ വയറിളക്കാണല്ലോ. ചേച്ചി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കണോ? ഞാൻ ക്യാൻറ്റീൻ പോകുന്നുണ്ട് കഴിക്കാൻ. ഏയ് വേണ്ട, ഞങ്ങൾ കഴിച്ചു. ഓ വാവക്ക് എന്തെങ്കിലും വേണോ?
കഴിച്ചിട്ടില്ല? എന്ത് അച്ഛനെവിടെ? അച്ഛൻ ഭക്ഷണം കഴിക്കുക. ആ മാമുണ്ണ് വാ നോക്കാം. ആരോടെ ലുട്ടാപ്പിയത്? ഞങ്ങളെ വീടൊന്ന് റെഡിയാൻ വന്നതാ. അല്ല സാറേ, വായ മുളിച്ചൊക്കെ അപ്പൊ പരിശോധിക്കണോ? ആ സദേവ എന്തിനാ സദേവ മൊബൈൽ? അല്ല അത് ഉണ്ണി ഈ മൊബൈൽ ഒന്ന് പിടിച്ചേ. നമുക്ക് ചില കൊച്ചുവർത്തനങ്ങളൊക്കെ പറഞ്ഞിരുന്നാ പോലെ. അല്ല സാറേ, അലമാരിയുടെ താക്കോ. അലമാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതല്ലേ ഞങ്ങളുടെ പണി. വല്ലാത്തൊരു വലിയ കാറൊക്കെ ആണല്ലോ സദേവ പുറത്ത്. വൈഫിന്റെ ലുട്ടപ്പി കളിച്ചൊക്കെ പോയി മാമുണ്ട്. ചെല ആരാ? ഇവിടെ നിന്ന് മാറിന്നേ, ഇവിടെ സെർച്ച് ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞോട്ടെ. തൽക്കാലം പറയണത് കേൾക്കൂ. സാറേ, ആ മോനൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുന്നു. എന്തിനാ പേടിക്കണേ? പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ വന്നിരിക്കല്ലേ. നോക്കട്ടെ. ഇവിടെ എന്തും സർ, അവിടെയെല്ലാം സെർച്ച് ചെയ്തു. എന്നിട്ട് സർ, അവിടെ എങ്ങും ഒന്നുമില്ല. ഏ അവിടെ ഒന്നുമില്ല സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാർ അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല സാർ. സാർ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. നൈസായിട്ടൊക്കെ ഒതുക്കിയല്ലേ. നമ്മളും പോലീസിലൊക്കെ അല്ലേ സാറേ? ശരി എടുത്തോളാം. എടുക്കണേ. ഹലോ സാറേ, എന്റെ ഫോണത്. അല്ലെങ്കിൽ പോലീസ് സാറിന്റെ വീട്ടിലേക്ക് വരും ഫോണുകളെന്നും പറഞ്ഞു. ചേച്ചി കഞ്ഞി കൊടുത്തമ്മന്ന് പറഞ്ഞു. പനിയല്ലേ, കഞ്ഞി കൊടുത്തമ്മന്ന് പറഞ്ഞു. വേണ്ടായിരുന്നു. ചേച്ചിക്കല്ലേ കൊച്ചിനാ? ഉറങ്ങിയാ? ആ ഉറങ്ങി. എന്താ ചേച്ചി? അല്ല പൈസ. അയ്യോ പൈസ ഒന്നും വേണ്ട ചേച്ചി, കൊച്ചിനുള്ള ഭക്ഷണമല്ലേ. അതല്ല സാരല്ല. ചേച്ചിയുടെ കള്ളനായിട്ട് കാണല്ലേ. ചേച്ചിനെ ഹെൽപ്പ് ചെയ്തല്ലേ, കൊച്ചിനോട് ചേച്ചി. ശരി ചേച്ചി. സിസ്റ്റർ ഈ ഗ്ലൂക്കോസ് മാറ്റാൻ സമയമില്ല. ഇവന്റെ ഭക്ഷണം കുറക്കാനുള്ള വലിയ മരുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വിശപ്പ് കുറവാ. അപ്പൊ ആർക്ക്? ഇനി അതീ കൂടി കയറ്റി വയറ്റിലോട്ട്. ബിരിയാണിയാണ്. എടോ അതൊന്ന് എടുത്തു വെക്ക്. വാരിത്തട്ടെ വായിലോട്ട്. മുഴുവൻ തീർക്കണ്ട. എടാ, തുറക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ, ലൈമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, കരിക്കും വെള്ളമോ അതിനാ വിഷം കലക്കി തരും. കടിക്കോ? ഇത് കഴിഞ്ഞിട്ടൊരു സുലൈമാനി തേക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആപ്പിള് ആപ്പിള് കഴിച്ചോ? ആ മനോജേ. ആ സാറേ, ഞാൻ പാർക്കിങ്ങിലുണ്ട്. അല്ല സാറും താഴത്തേക്ക് വാ, ഞാൻ ഇപ്പോൾ യൂണിഫോമിലാ. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. വേഗം അത്യാവശ്യമാണ്. ആ അപ്പോഴേ ഞാൻ ഇറങ്ങുക. ഒരു ഫ്രണ്ട് കാണാൻ വന്നു. അത്യാവശ്യം ഒഫീഷ്യലാ. ആയിക്കോട്ടെ. താനെന്താ പോലീസ് ജീപ്പ് പോയിട്ടൂടെ? സാറൊന്ന് കയറി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാധാവിൻ്റെ വീട്ടിലൊരു റെയ്ഡ്. റെയ്ഡോ? എന്നിട്ടൊന്നുമില്ല. എന്തായാലും അവർക്ക് ജോർജിൻ്റെ ഹോട്ടലിനെ കുറിച്ച് സംശയമൊന്നുമില്ല. സാറ് കയറി, നമുക്ക് സാധാവിൻ്റെ വീട് വരെ ഒന്ന് പോവാം. ഞാനോ? സാറൊന്ന് കയറി. ഞാനെന്താ കയറി സാറേ. ചേച്ചി
ഏയ് ഏയ് അന്നെ തന്നെ ലൈന് വിളിക്കുന്ന അയ്യോ എന്താ ചേച്ചി? ഞങ്ങൾ ഡിസ്ചാർജ് ആയി അപ്പോൾ പോവാന്ന് പറയാൻ വന്നതാ. പനി മാറി 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെ. ഞാൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ശരി ചേച്ചി. മരുന്ന് കഴിക്കണോട്ടോ. ചേച്ചി ഭയങ്കര കഷ്ടമായി പോയില്ലേ? പനി മാറിയതോ? അല്ല, ഡിസ്ചാർജ് ആയി പോയത്. കട്ടച്ചേരക്കട്ടെ. ഹലോ ചേച്ചി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് വരും, വെയിറ്റ് ചെയ്യാ. ഇതിലൊക്കെ എന്തിനാ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കണേ? ഒരു ഓട്ടോ വിളിച്ച് പോയാ പോരെ? വാ, ഞാൻ ഓട്ടോ വിളിച്ചുതരാം. വാ മോളെ, വാ 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 ചേച്ചി, വാ. ഓട്ടോറിക്ഷ ഏറ്റവും കൂടുതൽ സ്ഥലം ഹോസ്പിറ്റലിൽ. എന്തായാലും ഇവിടെ വരും. ഇപ്പോൾ ഡേ വന്നെ ഓട്ടോറിക്ഷ. ചേട്ടാ 50 ആളോ? ആഗ്രഹം മോളെ അങ്ങോട്ട് താങ്ക്സ്. അതൊക്കെ എന്ത് ചേച്ചി? ടാറ്റാ ടാറ്റ മോള്. പൈസയൊക്കെ തീർന്നു. ഇതെന്താ? ഇതെവിടുന്നാ? എൻ്റെ ലൈൻ്റെ അടുത്ത് പൊക്കിയത് എങ്ങനെ പൊളിച്ചില്ലേ? ഒറ്റ പുളി പൊളിച്ചിട്ടുണ്ടെങ്കിലേ എന്ത് മോശം നീ കാണിക്കണത്. മോശോ? നീ പൈസ വല്ലതും എടുത്താ? ഇല്ല. ഒന്നും തന്നാണ്ടല്ലോ, ഒരു മാനേജ് ഇല്ലാത്ത മോഷണം. ബില്ലടയ്ക്കാൻ ഞാൻ പൈസ കൊടുത്തേച്ചാ. എത്ര ഏട്ടാ? 100 രൂപ. പിടിക്ക്. ചേച്ചി ഒന്ന് പെട്ടെന്ന് വേറൊരു ഓട്ടോ ഉള്ളതാണേ. ഒരു മിനിറ്റ്. ചേട്ടാ, പേഴ്സ് കാണുന്നില്ല. ചേച്ചിയെ ബാഗിൽ മാത്രം നോക്കണ്ട, സീറ്റിന്റെ അടിയിലേക്ക് ഒന്ന് നോക്കി നോക്ക്. ഇവിടെ ഒന്നും. ഹലോ ചേച്ചി, ഞാൻ ഡിസൂസയാണ്. ഡിസൂസ. ആരാ? ചേച്ചി ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടില്ലേ ഓട്ടോറിക്ഷ കയറ്റി വിട്ട ഡിസൂസ? ചേച്ചി ഓട്ടോയിൽ കയറുന്ന സമയത്ത് ചേച്ചിയുടെ പേഴ്സ് താഴെ വീണ് പോയായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആണോ? ആ, അതെങ്ങനെ തരാം ഇപ്പം? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി ചേച്ചി, ഞാൻ അവിടെ ചേച്ചി. ഓക്കെ, സീ യു സൂൺ. ചേട്ടാ, ഹോസ്പിറ്റലിൽ പേഴ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് വാ. വാ മോളെ. എന്താ? ചില്ലറ ഇല്ലാത്തോണ്ട്. എത്ര? 100 രൂപ. 100. സാറേ, 50 ഉള്ളൂ. മോള് പോയി കടന്നു. എന്താ കൂട്ടാൻ വരാതിരുന്ന? ഞാൻ മറന്നുപോയി. ATM കാർഡും ബാലൻസും ഒക്കെ അവിടെ വെച്ചേര്. അത് നാളൊരു റിസൾട്ട് വാങ്ങാണ്ട്, പിന്നെ ടോണിക്കും വാങ്ങണം. ടോണിക്ക്? ഫോണാണ്. ഹലോ ചേച്ചി, എത്തിയോ? അതെ, എനിക്കിന്നിപ്പോൾ വരാൻ പറ്റില്ല. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ കൂടെ തന്നോ? അയ്യോ വേണ്ട, ഞാൻ നാളെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേ വരുന്നുണ്ട്, ലാബിലേക്ക്. ഓക്കെ ചേച്ചി, എൻ്റെ സുരക്ഷമായിട്ടുണ്ടാവും ചേച്ചി. നാളെ കാണാം. കാച്ച് സൂൺ. ശരി. ഞാനിപ്പോ എന്തിനെ പിടിക്കുന്ന? കാലം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കേ. പറഞ്ഞല്ലോ പിടിക്കണ്ടോ? അല്ല, പേഴ്സ് വേണ്ടേ? വേണ്ടേ, കൊടുക്കണ്ട. നീ നടന്നേ. ഷർട്ട് സൈസ് എത്ര? 40. പ്ലെയിൻ തന്നെ മതി.
ഗ്രീൻ ഒന്ന് എടുക്കും. അത് കോട്ടൺ ക്ലോത്ത്. അതൊന്ന് എടുക്കും. വൈറ്റാ. ഒരു മിനിറ്റ്. ആ ചേച്ചി തവിടെ ആശ ഞാൻ അച്ഛനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. ആശയുടെ അച്ഛൻ എവിടെ? അല്ല, അച്ഛൻ വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആണോ? അതാ വാ വാ, ദേ എടുക്കുന്നതായി ആർക്കും വേണ്ട. ആ ഉണ്ടോ? എൻ്റെ പോലത്തെ ഭംഗിയും തടിയൊക്കെ ഉണ്ടോ? സൈസ് എത്ര? സൈസ് 40. 40 സൈസ്. ओल्ड बॉय जैसा लाइट कर दे दो. थोड़ा भी दे दो. थोड़ा ഇത് വേണ്ട, ചെക്ക് വേണ്ട അല്ലേ? പ്ലെയിൻ കുറച്ചുകൂടെ കളിക്കും. ദേ പോ. ഈ അച്ഛന് ബ്ലൂ. ആ ഇത് കൊള്ളാലോ. ഇത് മതിയില്ലേ? ഇത് കൊള്ളാല്ലേ? കണ്ട നല്ലല്ലേ ചാണപ്പച്ച? ഇത് നല്ല ചാണപ്പച്ച. ചായ കുടിച്ചിട്ട് പോയല്ലോ. അയ്യോ വേണ്ട, ചായ വേണ്ട. അയ്യോ ഇവിടെ വരെ ഈ ഷോപ്പിൽ അവിടെ ഉണ്ട് ഒരു ഷോപ്പ്. ഒരു കോഫി കുടിക്കുന്ന വാ പ്ലീസ്. മാഡം. താങ്ക് യു സർ. നന്ദി. ഹാവ് എ നൈസ് ഡേ. അച്ഛൻ എന്തായാലും ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷവും. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ ബുദ്ധിമുട്ട് കാരണം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എന്ത് ബുദ്ധിമുട്ട് ആശക്ക്? എനിക്കെന്താ ബുദ്ധിമുട്ടുണ്ടാവൂലേ? ഒരു നല്ലൊരു വീടുണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്, അതും പോലീസിൽ അടിപൊളി, ഒരു മോളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ. ഇത്രയൊക്കെ മതിയെന്ന് ഇയാളോട് ആരാ പറഞ്ഞേ? അല്ല ഞാൻ അത് പോട്ടെ. അച്ഛനെ കൊണ്ടുണ്ടോ ആരോ പറഞ്ഞ? വീട്ടിലേക്ക് നാളെ അമ്മയുടെ ആണ്ട, തറവാട് വരെ ഒന്ന് കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ നിങ്ങളിവിടെ അല്ലേ താമസിക്കുന്നത്? ഞാൻ എന്തായാലും ഇറങ്ങട്ടെ, സമയായി. ചായ മതി. മോളെ കൂട്ടണം. ആ ശരി. ആ എത്തിയോ? എന്താ കാര്യമായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എടപ്പായിരുന്നു അച്ഛനൊരു ഷർട്ട് വാങ്ങാൻ. ആ എന്നിട്ട് നല്ല ഷർട്ടൊക്കെ കിട്ടിയോ? നീ ആരോട് ചോദിച്ചിട്ടാ പോയെ? ചോദിച്ചല്ലേ, നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? അച്ഛന് നാളെ കൊണ്ടോണ്ടേ? ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത്. നീ എൻ്റെ ഭാര്യയാണെങ്കിലേ ഞാൻ അറിയണം നീ പോകുമ്പോ. ഇനി അച്ഛനും ഇല്ലൊരു അടിയന്ത്രവും ഇല്ല. ഹലോ, എന്താ വിളിച്ചേ? അച്ഛന് ഇഷ്ടമായോ? ഷർട്ട് ഇഷ്ടമായോ? അതിന് അച്ഛൻ എൻ്റെ കൂടെ അല്ലല്ലോ. അശ്ശോ, ഞാനത് മറന്നുപോയി. എപ്പോഴാണ് അച്ഛനെ കാണാൻ നിങ്ങൾ പോകുന്നത്? പോകുന്നില്ല. കൊല്ലത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കുന്നത്, അതും കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാ ഇനി എന്തായാലും കയ്യും കാലും പിടിച്ചു പോകാൻ ഞാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഹലോ ഹലോ
ഇവിടെ ഒന്ന് നിർത്തി, ഒന്ന് നിർത്തി. നല്ല കാറ്റല്ലേ? മോന് പോലീസിലാണ് എന്നല്ലേ പറഞ്ഞേ? ആ അല്ല, ഈ താടി ആ അത് മഫ്തി പോലീസില്ലേ? രഹസ്യ പോലീസ്. രഹസ്യ ആ കള്ളയും. പോവാ. നന്നായി. താടി കുറക്കണം, കുറച്ചധികമായി. കുഴപ്പമില്ല, ജോലിയുടെ ഭാഗല്ലേ. ഇനി അങ്ങോട്ട് ഇവിടെ ഒന്ന് സൈഡാക്കിയേ, ഈ കടയുടെ. ചേട്ടാ 2 ലൈവ് ജ്യൂസ്. ഇങ്ങോട്ടൊന്നും കാണാനില്ല. തിരക്കല്ലേ, പരിചയക്കാരാ. എന്നാ ഊരി ചുറ്റലാണോ? ഊരു ചുറ്റിലൊക്കെ നിന്നു. ഇപ്പൊ പഴയ പോലെ അല്ല, പ്രായമായി വരല്ലേ. ഈ കാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും മസിലിന്റെ അവിടെ ഒരു പിടുത്തം. അതുകൊണ്ട് ഇപ്പോ മോളുടെ കൂടിയാ. അത് ശരി. നിനക്ക് വേണോ? വേണ്ട, ഞാൻ കുടിച്ചാ. ഇപ്പൊ തന്നെ കണ്ടോ, ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. കോൺസ്റ്റബിളിനെ കൂട്ടി വിട്ടിരിക്കുക. കഴിഞ്ഞ് തന്നെ ഞാൻ വിളിച്ചോ. ചേട്ടാ എന്നാ ക്ലാസ് എന്നാ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തേൻമുട്ടായി. ചേട്ടാ 10 രൂപ തേൻമുട്ടായി. അപ്പൊ 40. പോവാം. ഇത് പിടിച്ചോ. ശരി കേട്ടോ. ആയിക്കോട്ടെ. പോയൂരാ. ആഹാ, എത്തിയോ? ഞാനും മോള് ഒറ്റയ്ക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ശങ്കരൻ്റെ കടയിൽ നിന്ന് കുറേ തേൻമുട്ടായി വാങ്ങിച്ചോണ്ട് വന്നാൽ എല്ലാം ആയി എന്നാ വിചാരം.